നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപൂർവ ഇനം വാലില്ല കുരങ്ങിനെ മടിയിലിരുത്തി കൊഞ്ചിക്കുന്ന വീഡിയോ പുറത്തുവിട്ട നടൻ ചിയാൻ വിക്രം പെട്ടു. ലാർ ഗബ്ബോൺ എങ്ങനെ വീട്ടിലെത്തിയെന്നും ആരനുമതി നൽകിയെന്നും വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ നിറഞ്ഞു. ഇന്ത്യയിൽ അപൂർവമാണ് ലാർ ഗിബോൺ. ഇതിനെ വീട്ടിൽ വളർത്താൻ അനുമതി ലഭിക്കാറില്ല. വംശനാശം നേരിടുന്ന മൃഗം കൂടിയാണിത്. ലാർ ഗിബോൺ ഓടി നടക്കുന്നതും വിക്രമിന്റെ മടിയിലിരിക്കുന്നതും മുടിയിൽ പിടിക്കുന്നതുമെല്ലാം വീഡിയോയിലുണ്ട്. ലാർ ഗിബോൺ കാണിക്കുന്ന പോലെ വിക്രം മുഖഭാവത്തിൽ മാറ്റം വരുത്തി തമാശ കാണിക്കുന്നതും വീഡിയോയിൽ കാണാം. എന്നാൽ വീഡിയോ വൈറലായതോടെ നടൻ പെട്ടു. വീട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. വളരെ സന്തോഷത്തോടെയാണ് വിക്രം വീഡിയോ പങ്കുവച്ചത്. വൈറലായതോടെ ഏതായാലും നടന് കുരുക്കായി. കാരണം ഇത്തരം വാലില്ല കുരങ്ങുകളെ വീട്ടിൽ വളർത്താൻ പറ്റില്ല. വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ സംരക്ഷിക്കേണ്ടവയാണ്. ഇതെങ്ങനെ വീട്ടിലെത്തി, എവിടെ നിന്ന് കൊണ്ടുവന്നു, ലൈസൻസ് ഉണ്ടോ തുടങ്ങി ഒരു പിടി ചോദ്യങ്ങളാണ് നടനെതിരെ ഉയർന്നിരിക്കുന്നത്. സംഭവ വിവാദമായതോടെ വിക്രം ഇൻസ്റ്റഗ്രാം വീഡിയോ ഡിലീറ്റ് ചെയ്തു. എന്നാൽ അവിടെ പ്രശ്നം തീർന്നില്ല. തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം തുടങ്ങി. ലാർ ഗിബോൺ എങ്ങനെ വിക്രമിന് കിട്ടിയെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ആദ്യം വനവകുപ്പ് തേടിയത്. തമിഴ്നാട്ടിലെ പ്രമുഖ വ്യവസായി CK രംഗനാഥന്റേതാണ് ഈ വാലില്ല കുരങ്ങെന്നാണ് റിപ്പോർട്ടുകൾ. വിക്രമിന്റെ മകൾ അക്ഷിതയുടെ ഭർത്താവ് മനു രഞ്ജിത്തിന്റെ അച്ഛനാണ് CK രംഗനാഥൻ. കെവിൻ കെയർ എന്ന കമ്പനിയുടെ സ്ഥാപകനാണ്. ഇദ്ദേഹത്തിന്റെ ഈസ്റ്റ് കോസ്റ്റ് റോഡിലെ ഫാം ഹൗസിൽ നിന്നാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്ന് കരുതുന്നു. രംഗനാഥൻ ലാർ ഗിബോണിനെ വളർത്താൻ നിയമപരമായ രേഖയുണ്ടോ എന്ന് വനവകുപ്പ് പരിശോധന തുടങ്ങി. പരിശോധനയിൽ രേഖകൾ ലഭിച്ചില്ല എന്നാണ് വിവരം. രേഖകൾ കൃത്യമായി സമർപ്പിച്ചില്ലെങ്കിൽ കുരുക്കുമുറുകും. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ മാത്രം കാണുന്ന വാലില്ല കുരങ്ങാണ് ലാർ ഗിബോൺ. ഇവയുടെ സംരക്ഷണത്തിന് വേണ്ടി അന്താരാഷ്ട്ര നിയമങ്ങളും ഇന്ത്യൻ വന്യജീവി നിയമങ്ങളും നിലവിലുണ്ട്. വിദേശത്തു നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വീട്ടിൽ കൊണ്ടുവരുന്നതിന് കൃത്യമായ രേഖ ആവശ്യമാണ്. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിലെ 4ാം പട്ടികയിൽ വരുന്നതാണ് ലാർ ഗിബോൺ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിവർഗമായിട്ടാണ് കണക്കാക്കുന്നത്. മണിപ്പൂരിൽ നിന്നാണ് ഇതിനെ ചെന്നൈയിൽ എത്തിച്ചതെന്നാണ് വാർത്തകൾ. വിക്രമിന്റെ ഒരു റീൽസ് കാരണം ബന്ധുക്കൾ ഉൾപ്പെടെ വെട്ടിയിലായിരിക്കുകയാണ് എന്ന് ചുരുക്കം. വിദേശ ഇനത്തിൽപ്പെട്ട വന്യജീവിയെ അനധികൃതമായി കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് വനവകുപ്പ് അന്വേഷണം തുടങ്ങിയെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ റീൽ പങ്കുവെച്ച് 24 മണിക്കൂറിനുള്ളിൽ വിക്രം ഇത് നീക്കം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ജൂണിൽ മണിപ്പൂരിൽ നിന്നാണ് ഈ കുരങ്ങനെ വാങ്ങിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാകാമെന്നും വനവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിക്കുന്നു. സമഗ്രമായ അന്വേഷണത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവൂ എന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാനമായും തായ്ലാന്റ്, മലേഷ്യ, മ്യാൻമാർ, ലാവോസ്, ഇന്തോനേഷ്യ, സുമാത്ര ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നതാണ് ഈ ഇനത്തിൽപ്പെട്ട ജീവികൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലെയും വരണ്ട വനങ്ങളിലെയും ഉയർന്ന മരച്ചില്ലകളിലാണ് ഇവ ജീവിക്കുന്നത്. നിലത്തിറങ്ങുന്നത് വളരെ അപൂർവമാണ്.